ഓ, നിങ്ങളുടെ നശിച്ച കുടി. നിങ്ങൾ കല്യാണത്തിന് മുമ്പ് എന്നോട് പറഞ്ഞില്ലല്ലോ മനുഷ്യൻ, നിങ്ങൾക്ക് കള്ളു കുടിക്കണ സ്വഭാവമൊക്കെ ഉണ്ടെന്ന്. എടി നീ എന്നോട് പറഞ്ഞില്ലല്ലോ കല്യാണത്തിന് മുമ്പ് എൻ്റെ ചോര കുറ്റി കുടിക്കുമെന്ന്. ഓ പിന്നെ, നിങ്ങളുടെ ചോര ഉറ്റി കുടിക്കാൻ വേണ്ടിയിട്ട് നടക്കല്ലേ 24 മണിക്കൂറും കള്ളും വെള്ളമായിട്ട് നടക്കണം. നിങ്ങളുടെ ചോരയൊക്കെ ആർക്ക് വേണം? നീ എന്തുവാടി പറയണേ? എൻ്റെ ചോരയ്ക്കാണടി വില കൂടുതൽ. എൻ്റെ ബ്ലഡാണ് ഏറ്റവും റെയർ ബ്ലഡ് എന്ന് പറയുന്നത്. ഏറ്റവും അവസാനം കണ്ടെത്തിയത് എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ്. അറിയോ നിനക്ക്? പിന്നെ നിങ്ങളുടെ ബ്ലഡ് ഗ്രൂപ്പ് കുറെ. ഓ, തള്ളല്ലടോ. കണ്ടോടാ, ഇതാണ് കല്യാണം കഴിച്ചാലുള്ള കുഴപ്പം. നമുക്ക് സ്വതന്ത്രമായിട്ട് ഒന്ന് ഫ്രീ ആയിട്ടിരിക്കാൻ ഇവർ സമ്മതിക്കില്ല. വെൽക്കം ടു സൂപ്പർ നോട്ട്സ്. സൂപ്പർ നോട്ട്സിൻ്റെ സൂപ്പർ സുപ്രഭാതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാൽ എന്ന് പറയുന്ന ഒരു പുതിയ ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. അപ്പോൾ എല്ലാവരും ഉഷാറല്ലേ? നമ്മൾ രാവിലെ 5 മണിക്ക് തുടങ്ങുന്ന നമ്മുടെ ആ പ്രയാണം നിങ്ങളിന്ന് രാത്രി വരെയും ആ ഊർജം അത് കീപ്പ് ചെയ്തതിന് മുന്നോട്ട് കൊണ്ടുപോയി ഒരുപാട് പോയിന്റ്സ് പഠിക്കണം എന്ന് ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുന്നു. എന്താണ് മാൽ എന്ന് പറഞ്ഞാൽ? നോക്കിക്കോടാ, മാൽ എന്നത് മയലിൻ ലിംഫോസൈറ്റ് പ്രോട്ടീൻ അല്ലെങ്കിൽ മയലിൻ ആൻഡ് ലിംഫോസൈറ്റ്, ആ ഒരു സൂചനയാണ് മാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മാൽ എന്നൊരു ജീനുണ്ട്. ആ ജീൻ എന്ന് പറയുന്നത് മയലിനിലും അതുപോലെ ലിംഫോസൈറ്റിലും കാണപ്പെടുന്നു എന്ന ഒരു ബേസ് പോയിന്റ് അവിടെ നിങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യനിലെ ക്രോമസോം 2-ലാണ് മാൽ എന്ന് പറയുന്ന ജീൻ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് 23 ജോഡി ക്രോമസോമുകളുണ്ട്, അല്ലെങ്കിൽ 46 ക്രോമസോമുകളുണ്ട്. അതിൽ ക്രോമസോം 2-ലാണ് മാൽ എന്ന് പറയുന്ന ഒരു ജീൻ കാണപ്പെടുന്നത്. ശ്രദ്ധിക്കണം, നമ്മൾ ആദ്യം പറയുന്നത് ആരെക്കുറിച്ചാണ്? നമ്മൾ ആദ്യം പറഞ്ഞത് മാൽ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. അങ്ങോട്ട് കടക്കുന്നത് ഈ ജീനിലൂടെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ജീനിനെ കുറിച്ച് പറയുന്നു. മാൽ എന്ന് പറയുന്ന ഒരു ജീനുണ്ട്, ക്രോമസോം 2-ലാണ് കാണപ്പെടുന്നത്. അതുപോലെ മയലിൻ ലിംഫോസൈറ്റ്, മയലിൻ ആൻഡ് ലിംഫോസൈറ്റ്, അതാണ് മാൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. NHS ബ്ലഡ് ആൻഡ് ട്രാൻസ്പ്ലാന്റ് ശാസ്ത്രജ്ഞന്മാരുടെ നേതൃത്വത്തിലെ ഒരു ഗവേഷണ സംഘം കണ്ടെത്തിയ പുതിയ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ പേരും എന്തു തന്നെയാണ്? മാൽ എന്നത് തന്നെയാണ്. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ മാൽ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനെ കുറിച്ചാണ്. കഴിഞ്ഞ പരീക്ഷയ്ക്ക്, അതായത് ഒരു പ്രിലിംസിൻ്റെ പരീക്ഷയ്ക്ക് അതും LGSൻ്റെ പ്രിലിംസിൻ്റെ പരീക്ഷയ്ക്ക് പുതുതായി കണ്ടെത്തിയ ബ്ലഡ് ഗ്രൂപ്പ് ഏത്? അത് മാൽ എന്ന് പറഞ്ഞു ചോദിച്ചു. ഇനിയും അതിൽ നിന്നും ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം. സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലുള്ള, അല്ലെങ്കിൽ നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ പോലുള്ള പരീക്ഷകൾക്കൊക്കെ അതിന്ന് ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എഴുതാൻ പറ്റണം. അപ്പോൾ അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ നോക്കിക്കോടാ, ANWG എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ നമുക്കുണ്ട്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. ANWG എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ മനുഷ്യരുടെ രക്തത്തിലെ RBCയുടെ ഉപരിതലത്തിൽ കാണപ്പെടും. മനസ്സിലാക്കിക്കോ. അങ്ങനെ ഉള്ളവരെയാണ് മാൽ ബ്ലഡ് ഗ്രൂപ്പിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നോക്കിക്കേ, 99% ആളുകളിൽ കാണപ്പെടുന്ന RBCയിലെ ഒരു ആൻറ്റിജൻ്റെ പേരാണ് ANWJ ആൻറ്റിജൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ANWJ എന്ന് പറയുന്ന ഒരു ആൻറ്റിജൻ മനുഷ്യരിലെ 99% ആൾക്കാരുടെയും RBCയിൽ കാണപ്പെടുന്ന ഒരു ആൻറ്റിജൻ ആണ് എന്ന് മനസ്സിലാക്കുക. ഇൻ്റർനാഷണൽ സൊസൈറ്റി ഓഫ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ അല്ലെങ്കിൽ ISBT 2024 ഒക്ടോബർ വരെ 47 ബ്ലഡ് ഗ്രൂപ്പുകളെ അംഗീകരിച്ചു. അതിലെ ഏറ്റവും അവസാനം അംഗീകരിച്ച ബ്ലഡ് ഗ്രൂപ്പിൻ്റെ പേരാണ് മാൽ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ്. ശ്രദ്ധിക്കണേ, 47 ബ്ലഡ് ഗ്രൂപ്പുകളെ അവർ അംഗീകരിച്ചു. അതിൽ 47ാമത്തെ ഏറ്റവും അവസാനത്തെ അംഗീകരിച്ചതാണ് മാൽ. പക്ഷെ മനസ്സിലാക്കണം, മാൽ എന്ന് പറയുന്ന ബ്ലഡ് ഗ്രൂപ്പിനെ അംഗീകരിച്ചത് ഈ വർഷമാണെങ്കിലും ഈ പറയുന്ന ANWJ എന്ന് പറയുന്ന ആൻറ്റിജനെ കണ്ടെത്തിയത് 1972-ലാണ്. മനസ്സിലാക്കണം, 1972 ANWJ എന്ന് പറയുന്ന ആൻറ്റിജനെ കണ്ടെത്തി. ആ ആൻറ്റിജൻ ഉള്ള ബ്ലഡ് ഗ്രൂപ്പുകളുള്ള ആൾക്കാരെയാണ് മാൽ ബ്ലഡ് ഗ്രൂപ്പ് സിസ്റ്റത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലോകത്തിൽ 99% ആൾക്കാരിലും ANWJ ആൻറ്റിജൻ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഓക്കെ ആണോ?
1972 ANWJ ആൻറ്റിജന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത് എങ്കിലും അതിൻ്റെ ജനിതകമായിട്ടുള്ള സ്ട്രക്ചറുകൾ ഈ അടുത്ത കാലം വരെയും അജ്ഞാതമായിരുന്നു. 2024 അത് കണ്ടെത്തുന്നതും അതിന് അംഗീകാരം കിട്ടുന്നതും എന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഇനി ANWJ നെഗറ്റീവുള്ള ഒരാൾക്ക്, അതായത് ANWJ നെഗറ്റീവുള്ള ഒരാൾക്ക് ANWJ ഉള്ള അല്ലെങ്കിൽ പോസിറ്റീവുള്ള ഒരാളിൽ നിന്നും രക്തം സ്വീകരിച്ചാൽ അവിടെ രക്തപ്പകർച്ച അതായത് രക്തം ദാനം ചെയ്യുമ്പോൾ കൃത്യമായ ബ്ലഡ് ഗ്രൂപ്പുകളെ തമ്മിൽ കൊടുത്തില്ല എങ്കിൽ അഗ്ലൂട്ടിനേഷൻ പോലുള്ള രക്തം കട്ടപിടിക്കുന്ന ചില സംഭവങ്ങളുണ്ടാവാം. അതിന് സാധ്യത ഇവിടെയും ഉണ്ടെന്നാണ് പറയുന്നത്. എവിടെ? ANWJ നെഗറ്റീവായ ആൾക്ക് ANWJ പോസിറ്റീവ് രക്തം ലഭിച്ചാൽ അവിടെ രക്തത്തിലുണ്ടാകുന്ന അല്ലെങ്കിൽ രക്തം ദാനം ചെയ്യുമ്പോഴുണ്ടാകുന്ന ചില അപാകതകൾ ഉണ്ടാകാൻ അല്ലെങ്കിൽ അഗ്ലൂട്ടിനേഷൻ പോലുള്ള ചില പ്രോബ്ലം ഉണ്ടാവാൻ സാധ്യത ഉണ്ട് എന്നതും ഇവിടെ മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? അപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ANWJ പോസിറ്റീവുള്ള ആൾക്കാരാണ്. ഈ ടൈപ്പ് ANWJ നെഗറ്റീവുള്ള ആൾക്കാർ വളരെ വളരെ റെയറായിട്ടാണ് കാണപ്പെടുന്നത് എന്നതും മനസ്സിലാക്കുക. നമ്മൾ അവസാനത്തെ കുറച്ച് പോയിൻറ്റ്സ് കൂടെ ശ്രദ്ധിക്കണം. RBC, നമ്മുടെ RBCയിൽ ശ്രദ്ധിച്ച് കേട്ടോ, RBCയിൽ മാൽ പ്രോട്ടീനുകൾ കാണപ്പെടും. ശ്രദ്ധിക്കോ, RBCയുടെ ഉപരിതലത്തിൽ അല്ലെങ്കിൽ RBCയുടെ പ്രതലത്തിൽ മാൽ പ്രോട്ടീനുകൾ കാണപ്പെടും. ആ മാൽ പ്രോട്ടീനിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ്റെ പേരാണ് ANWJ ആൻറ്റിജൻ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, RBCയിലൊരു മാൽ പ്രോട്ടീനുണ്ട്. RBCയുടെ ഉപരിതലത്തിൽ ആ മാൽ പ്രോട്ടീനിൽ കാണപ്പെടുന്ന ആൻറ്റിജൻ്റെ പേരാണ് ANWJ ആൻറ്റിജൻ. അങ്ങനെ ANWJ ആൻറ്റിജനുള്ള ബ്ലഡ് ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് മാൽ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ലോകത്തിൽ 99% ആൾക്കാർക്കും ഈ പറയുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവരാണ് എന്നും മനസ്സിലാക്കുക. ഇനി മാൽ പ്രോട്ടീനെ കുറിച്ച് പറഞ്ഞില്ലേ, ഈ മാൽ പ്രോട്ടീൻ്റെ അഭാവം ഉണ്ടാവാൻ കാരണം മാൽ ജീനിലുണ്ടാകുന്ന തകരാറുകളാണ്. മാൽ പ്രോട്ടീനിലെ അഭാവമെന്ന് പറയുന്നത് മാൽ ജീനിലുണ്ടാകുന്ന തകരാറുകളാണ് എന്ന് മനസ്സിലാക്കണം. ഒന്നുകൂടി ആവർത്തിക്കുന്നു, RBC ഉണ്ട്. RBCയുടെ ഉപരിതലത്തിലാണ് ആൻറ്റിജനുകൾ കാണപ്പെടുന്നത്. ആ ആൻറ്റിജനിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് മാൽ പ്രോട്ടീൻ എന്ന്, അല്ലെങ്കിൽ ആ ഉപരിതലത്തിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് മാൽ പ്രോട്ടീൻ എന്ന് പറയുന്നത്. ആ മാൽ പ്രോട്ടീനിൽ കാണപ്പെടുന്ന ഒരു ആൻറ്റിജൻ്റെ പേരാണ് ANWJ ആൻറ്റിജൻ എന്ന് പറയുന്നത്. ഇനി ഒരു പോയിന്റ് കൂടെ ശ്രദ്ധിക്കണം, മാൽ പ്രോട്ടീൻ എന്ന് പറയുന്നത് മാൽ ജീനിൻ്റെ അഭാവമുണ്ടെങ്കിൽ ആ RBCയിൽ മാൽ പ്രോട്ടീൻ്റെ അഭാവമുണ്ടാകാം. അങ്ങനെയെങ്കിൽ അത്തരം ബ്ലഡ് ഗ്രൂപ്പുകാരെ നമ്മൾ വിളിക്കും ANWJ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ഉള്ളവർ എന്ന് വിളിക്കും. ക്ലിയർ ആണോ? അപ്പോൾ നമ്മളിന്നൊരു കറണ്ട് ഫാക്ട്സാണ്, പൊതുജനാരോഗ്യം അതല്ലെങ്കിൽ നമുക്ക് ബയോളജിയുമായി ബന്ധപ്പെട്ട ഒരു കറണ്ട് ഫാക്ട്സാണ് നമ്മൾ ഈ സുപ്രഭാതത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ തുടർച്ചയായിട്ട് ഒരു 1 മുതൽ 2 മണിക്കൂർ വരെ കൃത്യമായിട്ട് പഠിക്കുക. ഇനി അതിനുശേഷം നിങ്ങൾക്ക് കിട്ടുന്ന സമയമെല്ലാം പഠിത്തത്തിന് വേണ്ടി ഉപയോഗിക്കുക. അപ്പോൾ മറ്റൊരു സെക്ഷനിൽ വീണ്ടും കാണുന്നതുവരേക്കും ബൈ, താങ്ക് യു.